ഉരുൾപൊട്ടലിന് മണിക്കൂറുകൾക്ക് മുൻപാണ് മുണ്ടക്കയിലെ ഗോപാലനും കുടുംബവും താഴെയുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറിയത്. എന്നാൽ ഉരുൾപൊട്ടലിൽ ആ കുടുംബത്തിലെ മുഴുവൻ പേരെയും കാണാതായി. ഗോപാലൻ്റെ സ്വന്തം വീടിന് പക്ഷേ കാര്യമായൊന്നും സംഭവിച്ചതുമില്ല. ഗോപാലനെയും ഭാര്യ സൗമ്യ, മക്കളായ വർഷ, വൈഷ്ണവ് എന്നിവരെയും തേടി ഗോപാലൻ്റെ സഹോദരന്മാർ 2 ദിവസമായി മേപ്പാടിയിലെ ക്യാമ്പിലുണ്ട്. അർജുൻ മട്ടന്നൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. മേപ്പാടിയിലെ ക്യാമ്പുകളിൽ ഇപ്പോഴും ഉറ്റവരെയും ഉടയവരെയും തേടിക്കൊണ്ട് നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ അവരുടെ സഹോദരൻ്റെ കുടുംബത്തെ ഒന്നും കാണാതായ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എനിക്കൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണയിൽ നിന്ന് വന്ന 2 പേരാണ്. ഉണ്ണികൃഷ്ണൻ, മണി എന്നാണ് ഇവരുടെ സഹോദരനായ ഗോപാലിനെയും കുടുംബത്തെയും ഈ ഉരുൾപൊട്ടലിന് ശേഷം കാണാതായി. എങ്ങനെയാണ് ആ വീട് പൂർണ്ണമായിട്ടും പോവുകയാണോ ചെയ്തത്? എന്താ സംഭവിച്ചത്? അവരെ വീട്ടിലായിരുന്നില്ല. അവർ നേരെ താഴത്ത് ഒരു 4 വീട് താഴത്ത് സുബ്രൻ എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിലായിരുന്നു. പക്ഷെ ആ വീടാണ് പൂർണ്ണമായിട്ട് പോയത്. ഏട്ടൻ്റെ വീടിന് ഒരു കുഴപ്പമില്ല. അവർ നേരെ താഴത്ത് കുറച്ച് വെള്ളം വരുന്നുണ്ടപ്പോൾ അവർ താഴത്തേക്ക് കയറി പോകാം. ആരൊക്കെയാണ് കുടുംബത്തിലുണ്ടായിരുന്നത്? അതിൽ ജ്യേഷ്ഠനും ജഡത്തിയമ്മയും 2 മക്കളും, വർഷ, വൈഷ്ണവ്, ഗോപാല, സൗമ്യ. താഴത്തെ വീട്ടിൽ സുബ്രേട്ടൻ എന്ന് പറഞ്ഞ ആളെ എനിക്കറിയുള്ളൂ. അവരുടെ വൈഫ് മറ്റു കുടുംബങ്ങൾ 12 ആളുണ്ടായിരുന്നു. അതിൽ 3 ആൾ കിട്ടിയെന്നാണ് പറഞ്ഞത്. ബാക്കി എല്ലാവരും പോയി. ഈ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഇവർ താഴെ വീട്ടിലേക്ക് മാറിയതാണ്? താഴെ വീട്ടിലേക്ക് മാറി. അവർ 4 വീട് താഴത്തേക്കാണ് മാറി. അതിന് മുമ്പ് ഞാനൊരു 9:30 ആയപ്പോൾ മോൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചു. അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പറഞ്ഞു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല ചെറിയാച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫോൺ കറക്റ്റാക്കി. രാവിലെ ഞാൻ 5 മണിക്ക് നാട്ടിൽ നല്ല മഴയായിരുന്നു. പെരുന്നാമണ്ണ നല്ല മഴയായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും വിളിച്ചു. അവൾ വിളിച്ചപ്പോൾ പിന്നെ കോള് പോകണില്ല. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ വീട് നീർവാരത്തായിരുന്നു. അവർക്ക് വിളിച്ചു. അവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് വിളിച്ചിട്ട് പിന്നെ കിട്ടണേയില്ല. ലാസ്റ്റ് അവിടെ നാട്ടിൽ കറണ്ട് പോയി. ന്യൂസ് കേൾക്കാനല്ല, മൊബൈലിൽ കണ്ടു നോക്കുമ്പോൾ ആകെ മേപ്പാടി മുണ്ടക്കഴി പറഞ്ഞപ്പോൾ പിന്നെ ആകെ എല്ലാം പോയി. പിന്നെ ടിവിയിലൊക്കെ ഇങ്ങനെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ കറണ്ട് വന്ന് നോക്കുമ്പോൾ ജ്യേഷ്ഠൻ നിൽക്കുന്ന സ്ഥലം കംപ്ലീറ്റ് പോയി. വീട് അവിടെ നിൽക്കുന്നുണ്ട്. വീട് എനിക്ക് ഒരൊറ്റ നോട്ടത്തിൽ മനസ്സിലായി. നമ്മൾ കണ്ട വീടായിരുന്നു. പക്ഷെ ബാക്കിലെല്ലാം പോയി. ഒന്നുമില്ല. ഇപ്പോൾ ന്യൂസിൽ നോക്കുമ്പോൾ മറ്റുള്ളതൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ല. ഈ വന്ന ബോഡികൾ നമുക്ക് സാമ്യം തോന്നുന്ന അവരെ സാമ്യം തോന്നുന്ന ഒന്നും നമുക്കതിൽ ഇതാക്കാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിൽ നിരവധി ആളുകൾ ക്യാമ്പുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ മണിയും ഉണ്ണികൃഷ്ണനും അവരുടെ സഹോദരനെയും കുടുംബത്തെയും തേടിയാണ് ഈ ഭാഗത്തേക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നത്. ഒരു വിവരവും അവരെക്കുറിച്ച് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതായത് അവരുടെ ആ വീട് അതുപോലെ തന്നെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ മുണ്ടക്കയിലെ വീട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ രാത്രി ഈ സംഭവത്തിന് മുമ്പ് മഴ ശക്തമായപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 9:00 തന്നെ ഈ കുടുംബം താഴെയുള്ള മറ്റൊരു വീട്ടിലേക്ക് മാറിയിരുന്നു എന്നൊരു വിവരമാണ് ഇവർക്ക് ലഭിച്ചത്. ആ വീടാകട്ടെ പൂർണ്ണമായും തകർന്ന സാഹചര്യത്തിലുമാണ്. ആ പരിസരത്തൊക്കെ തന്നെ തിരച്ചിൽ പൂർണ്ണമായും നടന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവരുടെ സഹോദരനും കുടുംബത്തിനും എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഈ മുണ്ടേരിയിലെ മേപ്പാടിയിലെ ക്യാമ്പിൽ നിന്ന് ഇവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, വയനാട്.